നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്. ഒരു സ്പെഷ്യൽ കഞ്ഞിയാണ്. നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു കഞ്ഞിയാണ്. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആണല്ലോ. കഞ്ഞി ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടാവുന്നൊരു ഐറ്റമാണത്. ചെറുപയർ ചേർത്തിട്ടാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നത്. ശരിക്കും കർക്കിടക മാസത്തിലൊക്കെ എല്ലാവരും സ്പെഷ്യലായിട്ട് പലതരം കഞ്ഞികൾ ഉണ്ടാക്കാറുണ്ട്. മരുന്ന് കഞ്ഞി അതൊക്കെ. ഇതിപ്പോൾ അത്രയൊന്നും റിസ്ക് ഇല്ല ഉണ്ടാക്കാൻ. ചെറുപയറും അരിയും മാത്രം ഉണ്ടായിരുന്നാൽ മതി. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് മട്ട അരി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ചെറുപയറും എടുത്തിട്ടുണ്ട്. അരി ഏതായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ മട്ടയാകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആണല്ലോ എന്ന് വിചാരിച്ചു. 1/2 കപ്പ് മട്ട അരിയിലേക്ക് 1/4 കപ്പ് ചെറുപയർ. എത്ര അരിയാണോ ഉള്ളത് അതിൻ്റെ പകുതി ചെറുപയർ എടുക്കുക. രണ്ടും കൂടി ഇപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കഴുകിയെടുക്കുകയാണ്. ചെറുപയർ മുമ്പേ വെള്ളത്തിലിട്ട് വെക്കുകയൊന്നും വേണ്ട, കാരണം അരിയുടെ കൂടെയാണല്ലോ വേവിക്കണത്. അപ്പോൾ പിന്നെ മുമ്പേ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇപ്പം ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്, വെള്ളം തിളച്ചിട്ടില്ല. നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടുപ്പിലാണ് വേവിക്കുന്നത്. കാരണം കുക്കറിൽ വേണമെങ്കിലും ചെയ്യാം. കുക്കറിലായി കഴിഞ്ഞാൽ വേവ് അങ്ങ് കറക്റ്റ് ആവുമെന്നൊരു പേടിച്ചിട്ടാണ്. കാരണം ചിലപ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ വേവ് ഒരുപാട് കൂടിപ്പോയി കാണും. അപ്പോൾ വിറകടുപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. മാത്രമല്ല നമ്മളിതിൻ്റെ ഇടയ്ക്കാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അടുപ്പാണ് നല്ലതെന്ന് വിചാരിച്ചു. ഇതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കണം. അതിൽ ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തു. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 2 എണ്ണം ഇടാം. പിന്നെ 3 ചുവന്നുള്ളി അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചെറുപയറുള്ളത് കാരണം ഗ്യാസ് പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ടത്. മുഴുവനായിട്ടുണ്ടെങ്കിൽ അതായാലും മതി, എന്തായാലും നമ്മൾ അരക്കുകയാണല്ലോ. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് എടുക്കാം, പച്ചമുളക്. കുറച്ച് മതി എങ്കിൽ തീരെ വേണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി, ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കുക, ഒന്ന് ഇളക്കുക, അത് നല്ലതാണ്. പകുതി വേവാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. കാരണം ഉപ്പ് നമ്മൾ ഈ ചെറുപയറിലും അരിയിലൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാലാണ് കഞ്ഞി കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. പ്രത്യേകിച്ച് ചെറുപയർ ഉപ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കാൻ. അപ്പോൾ നമ്മളൊരു പകുതി വേവാകുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. എന്നാൽ പിന്നെ വെന്ത് കലങ്ങി പോകുന്ന ആ ഒരു പ്രശ്നവും വരില്ല. തീരെ വെന്ത് അലിഞ്ഞു പോയി കഴിഞ്ഞാൽ കഞ്ഞി ഒരു മടുപ്പുണ്ടാക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ പിടിച്ച് അത്യാവശ്യം നന്നായിട്ട് വേവൊക്കെ ആയി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ചോറ് വേവ് നോക്കണത് പോലെ നോക്കുക. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ മുരിങ്ങയില, ചീരയില ഒക്കെ ഇടാം കേട്ടോ. വെജിറ്റബിൾസ് വേണമെങ്കിൽ അത് ഇടാം. ഞാനൊന്നും ഇടുന്നില്ല, പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം കുറവ് തോന്നിക്കഴിഞ്ഞാൽ കഞ്ഞി ഏകദേശം എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് വെള്ളം ആക്കിയിട്ട് അത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, ഒരുപാട് സമയം തിളക്കരുത്. ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പ് കറക്റ്റാണോ എന്ന് ഈ സമയത്ത് നോക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അഥവാ നമ്മൾ ഇപ്പോൾ ചീരയിലും മുരിങ്ങയിലൊക്കെ ഇടുന്നുണ്ട് എങ്കിൽ നമ്മൾ തേങ്ങ അരച്ചൊഴിക്കുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഇട്ടാൽ മതി. എന്നാൽ പോലും വേവും. അതൊക്കെ വളരെ വേവ് കുറഞ്ഞ സംഭവങ്ങളാണല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. കൂടുതൽ വെള്ളം വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം. ഞാനിപ്പോൾ സെർവ് ചെയ്യാണ്. ശരിക്കും കഞ്ഞി കുടിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ കുടിക്കാൻ നല്ല ഇഷ്ടമുള്ളൊരു കഞ്ഞിയായിരിക്കും ഇത്. കാരണം ഒന്നാമത് ചെറുപയർ ചേർത്തിട്ടുണ്ട്. മാത്രമല്ല കളറ് നല്ലതായതുകൊണ്ട് കാണാൻ നല്ല ലുക്ക് ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ സ്ഥിരമായി ഒരേ കഞ്ഞി തന്നെ കുടിക്കുമ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഇഷ്ടമായിരിക്കും കഴിക്കാൻ. ഞാനിതിലേക്ക് ചമ്മന്തിയും പിന്നെ പപ്പടവുമാണ് എടുത്തിട്ടുള്ളത്. പുഴുക്കോ അല്ലെങ്കിൽ തോരനോ അങ്ങനെ എന്തെങ്കിലും കൂടി ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള വേറെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വരും. താങ്ക് യു.